NGOയുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സ് നഷ്ടപ്പെടുകയാണ്. സ്വതന്ത്ര സ്വയംഭരണ അവകാശം, അവർക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളതെല്ലാം ഇതോടെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമാണ് പ്രധാനപ്പെട്ട. അത് കേന്ദ്ര ശ്രീജിത്ത് പറഞ്ഞൊരു വാദമുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം? ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് എന്താണ് അല്ലെ ഇതുവരെ ഒരു NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയിട്ട് അതിന്റെ എലിജിബിലിറ്റി ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലല്ല, ഈ ഇതിന്റെ മുഴുവൻ ഞാൻ ചോദിച്ചത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് അവർക്കത് കൊടുക്കുന്നത് അല്ല എന്ന് സിബി പറഞ്ഞിരിക്കുന്നത്. എവിടെയാ സിബി കണ്ടത്? സിബിയാണ് ഫിയർ മോംഗറിംഗ് ചെയ്യുന്നത്. ഫിയർ മോംഗറിംഗ് ചെയ്യുന്ന സിബിയാണ്. അതിലില്ലാത്ത കാര്യങ്ങൾ താങ്കൾ വെറുതെ പറയുന്നില്ലേ? താങ്കൾ വായിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കുഴപ്പം? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനാണ് അങ്ങനെ ക്ലോസ് കൊണ്ടുവരുന്നത്? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുത്താൽ എന്തുകൊണ്ട് പറ്റില്ല? വിദേശത്ത് നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അടിസ്ഥാനപരമായി ജനാധിപത്യപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന ലെവലിലോട്ടാണ് പോകുന്നത്. കാരണം നിങ്ങളുടെ വീട്ടിൽ സർക്കാർ കുഴപ്പമെന്ന് ചോദിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റ് ഗവൺമെന്റ് അറിഞ്ഞ കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീജിത്തെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ നാളെ ഒരു CCTV ക്യാമറ സർക്കാർ കൊണ്ടുവെക്കുന്നു. അങ്ങനെയല്ല, അതുപോലെ നാളെ നിങ്ങൾ ന്യായീകരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത് FCRA ലൈസൻസ് ഉള്ള CCTV ക്യാമറ വെക്കണമെന്ന് സർക്കാർ എന്റെ വീട്ടിൽ വന്ന് പറയുന്നതാണോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? കടന്നുകയറ്റം എന്ന രീതിയിലാണോ? ഫിയർ മോംഗറിംഗ് ആണ്. ഫിയർ മോംഗറിംഗ് ആണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ. മതപരമായിട്ടുള്ള എന്തോ ആണ് എന്നൊരു ജനറലൈസേഷൻ കൊണ്ടുവരരുതെന്ന് സിബി പറഞ്ഞു. ആരാ സിബി ഈ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞത്? സിബിയാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. ഓർഫനേജ്, പ്രായമായവർക്കുള്ള ഹോം, ഷെൽട്ടർ ഹോം, ഈ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് മതപരിവർത്തനമാകുമെന്ന് വ്യാഖ്യാനിക്കപ്പെടുമെന്ന്. എന്റെ സിബി ഓർഫനേജും പ്രായമായവർക്കുള്ള വീടും എല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. അത് ഇതിനകത്ത് അനുവദിക്കുന്നില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആദ്യം നിങ്ങൾ ഈ 105 ശ്രീജിത്തെ ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞത് ഈ 105 എണ്ണത്തിന്റെ വിശാലതയെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് അതിനകത്ത് ആ ക്ലോസ്ഡ് ഡെമോക്രസിയെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ്. എന്നെ സംബന്ധിച്ച് അല്ലല്ല, ഒരു സെക്കൻഡ്. ശ്രീജിത്ത് വളരെ ഡിഫറന്റ് ആയിട്ട് ഞാൻ പറയുന്ന പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സഭകളുടെ അടിച്ചമർത്തലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ ഒതുക്കലോ അല്ലെങ്കിൽ അവരെ സ്ക്രൂട്ടിനി വെക്കലിനോ വലുതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അർബൻ നക്സലുകൾ എന്ന പേരിൽ നാളെ ഈ എന്താ പറയുന്നത് ജനാധിപത്യത്തിന് വേണ്ടി അല്ലാതെയുള്ള പോരാട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന NGOകളെ ഒതുക്കാനായിട്ട് ഗവൺമെന്റ് ഒരുപക്ഷെ അത് കൾച്ചറൽ ആയിരിക്കാം, അല്ലെ സോഷ്യൽ ആയിരിക്കാം, അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലേ? അപ്പൊ പിന്നെ മതത്തിന്റെ ആൾക്കാരെ സിബി പേടിക്കുന്നേ? സിബി ഈ പറയുന്ന അർബൻ നക്സലിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ വന്ന് ഡിക്ലെയർ ചെയ്യാണ് സിബി അത് റിലീജിയസ് ആണോ അല്ലയോ എന്ന്. അപ്പൊ അവര് റിലീജിയസ് ആണെന്ന് പറയില്ലല്ലോ.
റിലീജിയസ് ആണെങ്കിൽ മാത്രമേ മതപരിവർത്തനത്തിന്റെ ക്ലോസ് ഉള്ളൂ. ഏത് സാമൂഹ്യ സംഘടനയാണ് സിബി റിലീജിയസ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങനെ ഒരു സംഘടന വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്? സോഷ്യൽ എന്നാണ്. സിബി ഇങ്ങനെ പൊട്ടത്തരം വായിക്കൂ. പ്രോസലൈസേഷൻ എന്ന് പറയുന്നത് മതത്തിന് മാത്രമേ ഉള്ളൂ സിബി. ശരി ശരി അഡ്വക്കേറ്റ് സാജു ജേക്കബ് പറഞ്ഞത്, ശ്രീ സജു ജേക്കബ് പറഞ്ഞത് ആ വാക്കല്ലേ? മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അല്ലല്ല, ഞാൻ പറഞ്ഞത് എന്റെ വാദം അതല്ലല്ലോ. നിർത്തൂ അഡ്വക്കേറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.